ശബരിമല ദർശനം നടത്തിയിട്ടുള്ളത് ഇതിനു മുമ്പ് പുലിമുരുകൻ എന്ന് പറയുന്ന സിനിമയുടെ റിലീസിന് മുന്നായിരുന്നു. ആ സമയത്ത് നമുക്കറിയാം അതിനുശേഷം ഉണ്ടാക്കിയെടുത്ത ആ സിനിമയുടെ ഒരു വിജയം, വളരെ വലിയ ഒരു മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുത്ത ഒരു സിനിമയാണ് പുലിമുരുകൻ. വലിയ റെക്കോർഡുകളും ഉണ്ടാക്കിയെടുത്തു. വലിയ വലിയ ക്യാൻവാസിൽ പിന്നീട് സിനിമകൾ എടുക്കാനുള്ളൊരു ഉണ്ടാക്കിയെടുത്തു. അപ്പോൾ ഓരോ നാഴികക്കല്ലാണ് ആ ഒരു സിനിമ. അപ്പോൾ അതുപോലെ തന്നെ L2 വരുന്ന സമയത്തും അദ്ദേഹം ശബരിമലയിൽ ഒരു ദർശനം നടത്തി L2-ന് വേണ്ടി പ്രാർത്ഥിച്ചു. അതിലുപരി ലാലേട്ടൻ ഇന്നലെ ശബരിമലയിൽ പോയതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. നമുക്കറിയാലോ, മലയാളത്തിലെ തന്നെ ഏറ്റവും സൂപ്പർ താരങ്ങളായിട്ടുള്ള മമ്മൂട്ടിയും മോഹൻലാലും, ഇവര് ആദ്യം വരെ അവർ ഒരുമിച്ചാണ് ഒരു യാത്ര. അവരുടെ ആ ഒരു സൗഹൃദം നല്ല രീതിയിൽ അവർ കൊണ്ടുപോകുന്നതിലും പരസ്പരം അവർ സപ്പോർട്ട് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ. ഇപ്പോൾ സുകുമാർ അഴീക്കോടിൻ്റെ ഒരു കേസൊക്കെ വന്ന സമയത്ത് നമുക്കറിയാൻ പറ്റും, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ആരോപണമൊക്കെ വന്ന് വെറുതെ മോഹൻലാലിനൊക്കെ ആരോപണം ഉണ്ടാക്കിയെടുത്ത സമയത്ത് നമുക്കറിയാം പൂക്കിരാജ എന്ന സെറ്റിൽ നിന്നല്ല മമ്മൂക്ക ആ കോസ്റ്റ്യൂമിൽ തന്നെ വന്ന് ഒരു പത്രസമ്മേളനം വിളിച്ച് ഇത് പറയുന്നത് ശരിയല്ല, സുകുമാർ അഴീക്കോട് എന്ന വ്യക്തി ഇങ്ങനെ സംസാരിക്കരുത് എന്ന രീതിയിലെല്ലാം സംസാരിച്ച് നമുക്കറിയാം ലാലേട്ടന് സപ്പോർട്ട് കൊടുത്ത ഒരു സമയം. മമ്മൂക്കും പല പ്രതിസന്ധി ഘട്ടങ്ങൾ വന്ന സമയത്തും ലാലേട്ടൻ അതിന് ഒപ്പം നിന്നുകൊണ്ട് അതിനെ ഒരു ജ്യേഷ്ഠനെ പോലെ കണ്ടുകൊണ്ട് നല്ല സപ്പോർട്ട് ചെയ്തത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർക്കുള്ളിൽ ഒരു രണ്ട് സൂപ്പർ താരങ്ങളായിരിക്കെ അവർ നല്ല രീതിയിൽ ഒരു ഫ്രണ്ട്ഷിപ്പും ഒരു സഹോദര ബന്ധവും നിലനിർത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അത് ഒരു ക്യാമറ കണ്ണിലൂടെ കാണുന്നതിന് വേണ്ടി മാത്രമല്ല, അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒരു ബോണ്ട് ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു കാര്യം. കാരണം പല ഇൻഡസ്ട്രിയിലും സൂപ്പർ താരങ്ങളെ അവർ പരസ്പരം അവർക്ക് പാര വയ്ക്കുകയാണ് ചെയ്യാറ്. കാരണം ഒരു താരം വളരുമ്പോൾ അതിനെതിരെ മറ്റൊരു താരം വയ്ക്കുന്ന ഒരു പാര പലപ്പോഴും കണ്ടിട്ടുള്ളത് ഹോളിവുഡിലാണെങ്കിലും ബോളിവുഡിലാണെന്നുണ്ടെങ്കിലും ഹോളിവുഡിലാണെന്നുണ്ടെങ്കിലും അങ്ങനെ ഏത് ഇൻഡസ്ട്രിയിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഒരാളുടെ ഒരു വളർച്ച വരുമ്പോൾ അതേ രീതിയിൽ നിൽക്കുന്ന മറ്റൊരാൾ എന്തെങ്കിലും ഒരു പാരയും പ്രശ്നങ്ങളും ഉണ്ടാക്കാറുണ്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഒരു കമ്പനി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഒരേ പ്രോഡക്റ്റ് നിർമ്മിക്കുന്ന രണ്ട് കമ്പനികളാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു മത്സരം ഉണ്ടാവും. ആ മത്സരത്തിൻ്റെ ഭാഗമായി അവർ പരസ്പരം ഒരു പാരവെപ്പ് അല്ലെങ്കിൽ മറ്റുള്ള ഒരാളെ തകർക്കുക എന്ന ലക്ഷ്യത്തിൽ എന്തെങ്കിലും ഒരു പ്രവർത്തനം അവർ ചെയ്യാറുണ്ട്. പക്ഷേ നമുക്കതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഒരു സൗഹൃദത്തിൻ്റെ രീതിയിൽ ഒരുമിച്ച് മുന്നേറുന്ന രണ്ട് താരങ്ങളെ നമുക്ക് കാണാൻ സാധിച്ചില്ല മലയാളത്തിൽ, മോഹൻലാലും മമ്മൂട്ടിയും. അവർ നിൽക്കുന്നത് തന്നെ ഇവരുടെ ഈ ഒരു സൗഹൃദത്തിൻ്റെയും കൂടി വില കൊടുക്കുമ്പോൾ പരസ്പരം അവർ പോരടിക്കാനോ പരസ്പരം ദ്രോഹം ചെയ്യാനോ അവർ നിൽക്കില്ല. പക്ഷെ ഫാൻസ് അതുപോലെയല്ല, ഫാൻസ് തമ്മിലടിക്കും, തെറി പിടിക്കും, ഇതൊക്കെ ചെയ്യും. പക്ഷെ അത് ഫാൻസിൽ മാത്രമാണ്. അത് ഫാൻസ് എന്ന് പറയുന്ന ആ ഒരു കൂട്ടത്തിന് മാത്രമാണ് പരസ്പരം അങ്ങനെ ഒരു വൈര്യം അല്ലെങ്കിൽ വൈരാഗ്യമുള്ളത്, അല്ലെങ്കിൽ ഉണ്ട് എന്ന് നമുക്ക് തോന്നുന്നത്. പക്ഷെ മോഹൻലാൽ മമ്മൂട്ടി എന്ന വ്യക്തികൾക്കിടയിൽ ഒരിക്കലും അതുപോലെ ഒരു വൈരാഗ്യമോ ദേഷ്യമോ ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം ഇത്രയും വർഷം നമ്മൾ മലയാളികൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം അവർ ഒരുപാട് ഒരുമിച്ച് 52 സിനിമകൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ ഓരോ പ്രോഗ്രാമിനും അവർ ഒരുമിച്ച് വരാറുണ്ട്. ഒരുമിച്ച്, അതായത് ഒരു ലാലേട്ടൻ്റെ ഒരു സിനിമ സംവിധാനം ചെയ്യുന്ന സമയത്ത് അദ്ദേഹം മമ്മൂക്കയാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരാൾ. അതുപോലെ ലാലേട്ടൻ്റെ മകനായിട്ടുള്ള പ്രണവ് മോഹൻലാൽ സിനിമയിൽ വന്ന സമയത്ത് മമ്മൂക്കയുടെ അടുത്ത് പോയി അനുഗ്രഹം വാങ്ങിച്ചിട്ടാണ് അദ്ദേഹം പ്രണവ് മോഹൻലാലിനെ അഭിനയിക്കാൻ വിട്ടുള്ളത്. അങ്ങനെ ഒരുപാട് ഒരു ജ്യേഷ്ഠതുല്യ രീതിയിൽ കാണുന്ന ഒരു ബന്ധമാണ് മോഹൻലാൽ മമ്മൂട്ടി എന്നുള്ളത്. ആ മമ്മൂട്ടി എന്ന താരത്തിന് ചെറിയ രീതിയിൽ എന്തൊക്കെയോ അസുഖങ്ങൾ നമുക്ക് സ്ഥിരീകരിക്കാത്ത പല റിപ്പോർട്ടുകളുണ്ട്. എന്നാലും നമുക്ക് അതിലൊന്നും കിടക്കുന്നില്ല. എന്നാലും ചെറിയ എന്തൊക്കെയോ അസുഖങ്ങൾ ഉണ്ട് എന്നുള്ള വാർത്ത നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ വാർത്തയുടെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്കറിയാൻ സാധിച്ചിട്ടില്ല. അത് ഒഫീഷ്യലായിട്ട് മമ്മൂക്കയുടെ ഫാമിലിയോ ഒന്നും അങ്ങനെ വാർത്തയെ കുറിച്ച് പ്രതികരിക്കുകയോ ചെയ്തിട്ടില്ല. എന്തായാലും അദ്ദേഹത്തിന് ചെറിയ രീതിയിലുള്ള ഒരു അസുഖത്തിൻ്റെ ഒരു പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് നമ്മൾ എല്ലാവരും മനസ്സിലാക്കുന്നു. ഈ ഒരു അവസ്ഥയിൽ കൂടി തന്നെയായിരിക്കാം അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് മല ചവിട്ടി മോഹൻലാൽ അദ്ദേഹത്തിന് വേണ്ടി ഒരു വഴിപാട് അടക്കം ചെയ്തു. നമുക്കറിയാം അതിൻ്റെ ലിസ്റ്റാണ്, അല്ലെങ്കിൽ അതിൻ്റെ റെസിപ്റ്റാണ് ഈ കാണുന്നത്. യഥാർത്ഥ പേര് മുഹമ്മദ് കുട്ടി എന്നാണ്. അപ്പോൾ അതിൻ്റെ ആയുരാരോഗ്യ സൗഖ്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ എന്തുകൊണ്ടും ഇതുപോലെ നല്ല രീതിയിൽ സൗഹൃദം കാത്തു സൂക്ഷിക്കുന്ന ഈ ഒരു സൂപ്പർ താരങ്ങൾക്ക് വീണ്ടും വലിയ വിജയങ്ങൾ ഉണ്ടാവും എന്ന് തന്നെ നമുക്ക്
പ്രാർത്ഥിക്കാം. കാരണം ഇവരുടെ ഈ സൗഹൃദം ഇനിയും ഒരുപാട് വർഷം ഇതുപോലെ നിലനിൽക്കട്ടെ, അവർക്ക് നല്ല സിനിമകൾ ചെയ്യാൻ സാധിക്കട്ടെ, അസുഖത്തിൽ നിന്നും മമ്മൂക്കയൊക്കെ നല്ല രീതിയിൽ റിക്കവർ ചെയ്ത് വന്നുകൊണ്ട് നല്ല സിനിമകൾ വീണ്ടും ചെയ്ത് അവർ പരസ്പരം നല്ല രീതിയിൽ ഒരു ആരോഗ്യപരമായ ഒരു കോമ്പറ്റീഷൻ വീണ്ടും മലയാള സിനിമയ്ക്ക് ഉണ്ടാക്കിയെടുക്കട്ടെ. മലയാള സിനിമയെ നല്ല രീതിയിൽ ഇത്രയും കാലം വലിയ വിജയങ്ങളിലോട്ട് എത്തിച്ച 2 താരങ്ങളാണ്. അപ്പോൾ ആ താരങ്ങളുടെ ഇനിയുള്ള സിനിമകളും നല്ല വിജയങ്ങളാവട്ടെ.